കേരളത്തിൽ ഒരു കാലത്തും സംഭവിക്കാത്ത രീതിയിൽ ഒരു മൂന്നാം സർക്കാരായി LDF വരാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൂന്നാം സർക്കാരിലേക്ക് LDFന് എത്തിപ്പെടാൻ സാധിക്കുക? LDF സർക്കാരിനും ഏതൊരു സർക്കാരിനും ഉള്ളതുപോലെ തന്നെ വിമർശനങ്ങൾ, പോരായ്മകൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സർക്കാരിനെയും ബാധിച്ചിട്ടുണ്ട്. എന്നിട്ടും സർക്കാർ മൂന്നാമത് വരും എന്ന് രാഷ്ട്രീയ കേരളം ഇങ്ങനെ വിചാരിക്കാനുള്ള ഒരു കാരണം എന്താണ്? അത്രമേൽ തകർന്നിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി എന്നുള്ളതാണ്. അത്രമേൽ ശക്തമല്ല അവർ. 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും മൂന്നാം സർക്കാരിനെ താഴെ ഇറക്കാൻ മാത്രം ശക്തമായ ഒരു ധൈര്യമില്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ കാസർഗോഡും കാലിക്കട്ടും അതേപോലെ തന്നെ പത്തനംതിട്ടയിലും ഒന്നും സീറ്റ് പോലും കോൺഗ്രസിനില്ല. പിന്നെ സീറ്റുള്ളത് ട്രിവാൻഡ്രത്ത് 1 ഉണ്ട്, കൊല്ലത്ത് 2 ഉണ്ട്, ആലപ്പുഴയിൽ 1 ഉണ്ട്, തൃശ്ശൂർ 1 ഉണ്ട്. ഇതാണ് സീറ്റിന്റെ നില തന്നെ കോൺഗ്രസിന്റെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 21 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. 15 സീറ്റ് ലീഗിനാണുള്ളത്. 21ഉം 15ഉം കഴിഞ്ഞാൽ UDF ആകെ നേടിയിരിക്കുന്നത് ഘടകകക്ഷികൾ എന്ന് പറയുന്ന പാലായിൽ മാണി സി കാപ്പൻ കൊണ്ടുവന്ന ഒരു സീറ്റുണ്ട്, പിറവത്ത് ജേക്കബ് കൊണ്ടുവന്ന ഒരു സീറ്റുണ്ട്, അതേപോലെ തന്നെ ജോസഫ് കൊണ്ടുവന്ന 2 സീറ്റുണ്ട്. കഴിഞ്ഞു ഘടകകക്ഷികളും ലീഗും കോൺഗ്രസും എന്ന് പറയുന്ന UDF മുന്നണി. അപ്പോ 64 സീറ്റ് ഒറ്റയ്ക്ക് നേടി സ്വയം ഭൂരിപക്ഷത്തിലേക്ക് വരെ പോകാമായിരുന്ന LDFൽ CPMനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് എത്തേണ്ടതിന് എത്ര മേൽ കടന്നുകയറ്റമാണ് എന്ന് പറയാതെ വയ്യ. അതിനെന്താണ് കോൺഗ്രസിന്റെ കയ്യിലുള്ള ഒരു പിന്നണി പ്രവർത്തനങ്ങൾ എന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതുവരെ ആ രീതിയിലുള്ള ഒരു സംഘടനാ പ്രവർത്തനം താഴെ തട്ടിൽ പാർട്ടി ഇല്ലാത്ത അവസ്ഥ. VD സതീശനും K സുധാകരനും വന്നു കഴിഞ്ഞപ്പോഴും പാർട്ടി അവരിൽ ഒതുങ്ങുന്നു. ഏറ്റവും താഴേക്ക് സംഘടനാ തലത്തിന്റെ അടിത്തട്ടിൽ പാർട്ടി ഇല്ല എന്നുള്ള ഒരു ദൗർബല്യമെല്ലാം നമ്മൾ ഇപ്പോഴും കോൺഗ്രസിന്റെ മുഖ്യധാര ചർച്ചയിലുള്ള കാര്യങ്ങളാണ്. മൂന്നാം ഊഴത്തിലേക്ക് പോകുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വട്ട ടേമിന്റെ ഈ ഒരു നിബന്ധന എടുത്തു മാറ്റിയില്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം 25ഓളം MLA-മാരാണ് പുറത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിബന്ധന എടുത്തു മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് വോട്ടുകൾ ചോർന്നതടക്കം LDF മനസ്സിലാക്കിയിരിക്കുന്നു. LDF അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് LDF ക്യാമ്പുകളിൽ നിന്നും, പ്രത്യേകിച്ച് CPMന്റെ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. എവിടെയാണോ പോരായ്മകളുള്ളത് ആ പോരായ്മകളെ, എവിടെയാണോ ഡ്രോബാക്ക് ഉള്ളത് ആ ഡ്രോബാക്കുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് CPM LDF മുന്നണി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. 17 വർഷം ആയി സെക്രട്ടറി സ്ഥാനം, 17 വർഷം ഈ പാർട്ടിയെ നയിച്ച ഒരാളാണ് പിണറായി വിജയൻ. അതിൽ 15 വർഷത്തോളം പിണറായി വിജയൻ ശക്തമായ പ്രതിസന്ധികളിലൂടെയാണ് ഈ പാർട്ടിയെ നയിച്ചത് എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. മൂന്നാമത് നമ്മൾ എടുത്തു പറയേണ്ടത്, പിണറായിയുടെ കാര്യത്തിൽ VS അച്യുതാനന്ദനുമായിട്ട് പോലും ഒരു ആഭ്യന്തര പോര് ഏറ്റെടുക്കേണ്ടി വന്നിട്ട് പോലും പിണറായി എന്ന ക്യാപ്റ്റൻ എങ്ങനെ അതിനെല്ലാം അതിജീവിച്ചു എന്നുള്ളതാണ്. പിണറായി വീണ്ടും നയിക്കാനെത്തുമ്പോൾ LDF വീണ്ടും ഒരു കെട്ടുറപ്പോടെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തുമ്പോൾ എന്താണ് UDF നൽകുന്ന പ്രതിരോധം, ഡിഫൻസ് എന്നുള്ളത് നാം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.